നമ്മളുടെ ഫിസിക്സ് എക്സാമിന് ഫുൾ മാർക്ക് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഇനി നമുക്ക് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫൈനൽ എക്സാംസിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ മക്കൾക്ക് മുന്നിൽ മിസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയുമോ എന്ന് നോക്കുക. ആൻഡ് ഇത് പഠിച്ചിട്ട് മാത്രം ഫൈനൽ എക്സാം ഹാളിലേക്ക് പോകുക. അപ്പോൾ എന്താണ് +1 ഫിസിക്സിലെ ആ 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് മിസ് ദേ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ ഉള്ളതാണ്. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് അലക്സ് സാർ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അത് എഴുതി അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നിന്നും ചോദിക്കുന്നതാണ് ഹുക്സ് ലോ. അപ്പോൾ സ്റ്റേറ്റ് ചെയ്യാൻ തന്നെയാണ് ഹുക്സ് ലോ ചോദിക്കുക. അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. സോ സ്ട്രെസ് സ്ട്രെയിൻ കർവ് കൂടെ നിങ്ങൾ പഠിച്ചിട്ട് പോകുക. അതിനുശേഷം വരുന്നതാണ് ഡിറൈവ് ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലേ. അപ്പം സിമ്പിൾ ഹാർമോണിക് മോഷൻ അതായത് ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ടൈം പീരിയഡിന്റെ ഡെറിവേഷൻ ആണ്. അതിനുശേഷം വരുന്നത് നമ്മളുടെ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് തിയറം അല്ലെ. ബെർണോളിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രൂവ് ചെയ്യാനുമുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ 15th ചാപ്റ്റർ അഥവാ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, അതുപോലെ തന്നെ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിലുള്ള സ്റ്റാൻഡിങ് വേവ്സിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു റേഷ്യോ 1:2:3 1:3:5 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, സ്റ്റാൻഡിങ് വേവ്സ്, ട്രാവലിംഗ് വേവ്, അതുപോലെ തന്നെ ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഒരു ജനറൽ ഇക്വേഷൻ ഫോർ എ ട്രാവലിംഗ് വേവ് ഉണ്ട്. അതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ട് തന്നെ എൻ്റെ മക്കൾ പോവുക. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ലോസ് ഓഫ് മോഷനിൽ നിന്നും ബാങ്കിങ് ഓഫ് റോഡ്സിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ. മാക്സിമം സേഫ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ ആണ് മക്കളെ അവിടെ നിന്ന് ചോദിക്കുക. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക. അതിനുശേഷം വരുന്നതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ആൻഡ് റിക്കോയിൽ ഓഫ് ഗൺ ആൻഡ് F=ma എന്ന് പറയുന്ന ആ ഇക്വേഷനിലേക്കുള്ള ഡെറിവേഷനും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ അതായത് ഇനേർഷ്യ എന്ന് വരുന്ന ഫസ്റ്റ് ലോയിനെ സ്റ്റേറ്റ് ചെയ്യാനും അതിൽ നിന്നും ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും, അതിനുശേഷം സെക്കൻഡ് ലോയിൽ നിന്നാണ് നമ്മൾ F=ma എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുന്നത്, ആ ഡിറൈവ് ചെയ്യുന്നത്. അത് ഒരുപാട് വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷവും ചോദിക്കാം മിസ് പ്രാർത്ഥിക്കാം F=ma. അതിനുശേഷം തേർഡ് ലോ, അതിനുശേഷം റിക്കോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണിന്റെ ഇക്വേഷൻ, അതിൽ നിന്ന് പ്രോബ്ലമും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതിനുശേഷം വരുന്നതാണ് മക്കളെ ന്യൂട്ടന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെ. അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് ഇക്വേഷൻ ഓഫ് മോഷൻസിന്റെ ഡെറിവേഷൻ പഠിക്കുക. ആൻഡ് പ്രൊജക്ടൈൽ മോഷൻ അതായത് എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്, അതുപോലെ തന്നെ ടൈം ഓഫ് ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഇതിൻ്റെ മൂന്നിൻ്റെയും കംപ്ലീറ്റ് ഡെറിവേഷൻസ് പ്രൊജക്ടൈൽ മോഷനിൽ നിന്നും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും അനുശ്രീ മിസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തന്നാണ്. എന്താണ്? യെസ്, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ആൾട്ടിറ്റ്യൂഡ്, ഡെപ്ത്, അതുപോലെ തന്നെ എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി. ഇതാണ് ഗ്രാവിറ്റേഷനിൽ നിന്നും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് പാസ്കൽസ് ലോയിനെ സ്റ്റേറ്റ് ചെയ്യാനും അതിൻ്റെ പ്രൂഫും. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മിസ് 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചപ്പോൾ ഒരു ബോണസ് ക്വസ്റ്റ്യനും കൂടെ തന്നിട്ടുണ്ട്. അപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയാണ്. അപ്പോൾ നിങ്ങൾ റീചെക്ക് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസർ എനിക്ക് അറിയുമോ, ഏതൊക്കെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് എനിക്ക് അറിയാത്തത് എന്ന് റീചെക്ക് ചെയ്യുക. ആ അറിയാത്ത കാര്യങ്ങൾ നമുക്കതായി ഈ ദിവസങ്ങളിൽ നമുക്ക് പഠിച്ച് തീർത്തേ പറ്റുള്ളൂ. അപ്പം ഒന്ന് നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്താൽ എൻ്റെ മക്കളെ നമുക്ക് +1 എക്സാം ഹാളിലേക്ക് പോകുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും ആ ഫുൾ കോൺഫിഡൻസോട് കൂടെ തന്നെ ഇറങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പം എല്ലാവരും ഈ ഉള്ള ദിവസങ്ങൾ ഫിസിക്സിന് വേണ്ടി മാറ്റിവെക്കുക, അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്തായാലും കിട്ടിയിരിക്കും. അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.